മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയെ പാട്യാല ഹൗസ് NIA കോടതിയിൽ എത്തിച്ചു. കോടതി പരിസരത്ത് കനത്ത സുരക്ഷ. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനും ഐസൻ ജോസും ചേരുകയാണ്. ആദ്യം ഗൗതത്തിലേക്ക്. ഗൗതം, നിലവിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? എന്താണ് കോടതിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? തിരിച്ചെത്താം. ഐസൻ ചേരുകയാണ്. ഐസൻ, NIA കോടതിയിൽ ഇന്ന് NIA സംഘം റാണയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. 14 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. നിലവിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? എന്താണ് വിശദാംശങ്ങൾ? വിനീഷ്, നിലവിൽ കോടതിയിലെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന സൂചനയാണ് പുറത്ത് ലഭ്യമാകുന്നത്. നമുക്കറിയാവുന്നതാണ്, കനത്ത സുരക്ഷ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമായതിനാൽ തന്നെ ഈ പാട്യാല ഹൗസ് കോടതിയിലേക്ക്, പാലക്കാട് കോടതി കോംപ്ലക്സിലെ NIA കോടതിയിലേക്ക് ഇതുവരെ മാധ്യമപ്രവർത്തകരെയോ മറ്റ് സംവിധാനങ്ങളെയോ കടത്തിവിട്ടിരുന്നില്ല. മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രാഥമിക പരിശോധനകളുണ്ട്. ഈ രേഖകളെല്ലാം പരിശോധിക്കുകയും ഇയാൾ തന്നെയാണ് തഹാവൂർ ഹുസൈൻ റാണ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ആരോഗ്യ പരിശോധനയുടെ വിഷയങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക. ഈ തുടർ നടപടികളുടെ ഭാഗമായി നമുക്കറിയാവുന്നതാണ് UAPA, അതായത് ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നതാണ് ഇനി കോടതിയിലെ പ്രൊസീജിയർ. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇയാളെ റിമാൻഡ് ചെയ്യുകയും റിമാൻഡ് ചെയ്തതിനൊപ്പം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുക എന്നതാണ് കൃത്യമായ ഒരു ലക്ഷ്യം ഇനിയുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ചോദ്യം ചെയ്യുന്നതിനെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് NIA ആസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. NIA ആസ്ഥാനത്ത് ഇതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാക്കിയ സാഹചര്യമാണ്, അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. BSF കൃത്യമായി സുരക്ഷയുടെ ഭാഗമായി NIA ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്നു, അതിന്റെ ചുറ്റും വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് NIA ആസ്ഥാനത്ത് തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള, അത്യാധുനിക ചോദ്യം ചെയ്യൽ സംവിധാനങ്ങളുള്ള ആ പ്രദേശത്തെ ആ ഓഫീസിലേക്ക് ഇയാളെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇയാളെ 14 ദിവസം കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. 14 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യവുമാണ്. ഈ 14 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ NIA കോടതിയിൽ NIA അഭിഭാഷകർ അപേക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നത്. NIA അഭിഭാഷകരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 14 ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ളൊരു നീക്കമാണ് തുടർന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ ഇയാളെ റിമാൻഡ് ചെയ്യുന്നത് സംബന്ധിച്ചും ഇയാളുടെ റിമാൻഡ് കാലാവധി സംബന്ധിച്ചും കസ്റ്റഡി കാലാവധി സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഐസൻ തുടരുക. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ഈ ഒരു കോടതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം ഈ റാണയെ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമോ, അതോ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ബിനീഷെ, നിലവിൽ ഈ NIA ആസ്ഥാനത്തേക്ക് തന്നെ ഇയാളെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത്. നിലവിൽ ഈ പട്യാല കോടതിക്കകത്ത് കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 14 ദിവസത്തെ കസ്റ്റഡിയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ഇതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ NIA അഭിഭാഷകൻ ഈ ഘട്ടത്തിൽ കോടതിക്ക് മുമ്പാകെ NIA നിലപാടുകൾ വിശദീകരിക്കുന്നു. അതായത് ഇയാളുടെ ഭീകരബന്ധം, അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്ത് നിന്നും ഇയാളെ രാജ്യത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനം, അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA സമർപ്പിച്ചിട്ടുള്ള ചാർജ് ഷീറ്റിനകത്ത് എന്താണ് ഈ തഹാവൂർ റാണയെ പറ്റി വിശദീകരിക്കുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെയാണ് NIA അഭിഭാഷകൻ ഇപ്പോൾ ഈ കോടതിക്കകത്ത് ജഡ്ജിയെ ധരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് കേട്ടതിന് ശേഷമാകും കോടതി ഇന്ന് എത്ര ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ തഹാവൂർ റാണയെ അയക്കേണ്ടത് എന്ന് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും 14 ദിവസത്തേക്ക് വേണം എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇയാളുടെ പങ്ക് മാത്രമല്ല, മറിച്ച് പാകിസ്ഥാനും അനുബന്ധ സംഘടനകളും, പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ചാരസംഘടനയും ഒക്കെ നമ്മുടെ രാജ്യത്ത് പല കാലങ്ങളിലായി നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ സുരക്ഷാ ഈ കേന്ദ്ര ഏജൻസികൾക്ക് അനിവാര്യമാണ്. ഈ ഒരു
പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതലായി ഈ 14 ദിവസം 2 ആഴ്ചത്തെ സമയ കാലാവധി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA ആസ്ഥാനത്തിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. നമുക്ക് കാണാം BSFന്റെ ജവാന്മാർ തോക്കുകളും ഏന്തി ഇപ്പോൾ ഈ റോഡിലൂടെ മാർച്ച് ചെയ്യുകയാണ്. ഇത് രാവിലെ മുതൽ ഈ റോഡ് മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഈ അർദ്ധരാത്രിയിലും BSFന്റെ കൂടുതൽ ജവാന്മാരെ ഈ ഒരു NIA ആസ്ഥാനത്തിന് സമീപത്തേക്ക് എത്തിക്കുകയാണ്. അതായത് ഏതാണ്ട് ഈ കോടതി നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തഹാവൂർ റാണയെ ഇവിടേക്ക് തന്നെ എത്തിക്കുമെന്നതിൻ്റെ ചില സൂചനകളാണ് ഇതിലൂടെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ബിനീഷ്, ഗൗതം, ഈ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ വരാനിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ കണ്ണികൾ മാത്രമല്ല, രാജ്യത്തിനെതിരെ ഉയർന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയാകുമെന്ന സൂചനകളല്ലേ ഇപ്പോൾ ലഭിക്കുന്നത്? ബിനീഷെ, രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുടെ കൂടുതൽ തെളിവുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി തേടുന്നത്. അത് മുംബൈ ഭീകരാക്രമണത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല. മുംബൈ ഭീകരാക്രമണം സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് ഭീകരർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് നിരവധി കേസുകളുണ്ട്. ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകൾ, അതോടൊപ്പം തന്നെ മെട്രോ നഗരങ്ങൾ, ഡൽഹിക്കും മുംബൈക്കും അപ്പുറം മറ്റ് വിവിധ നഗരങ്ങളിൽ നടന്നിട്ടുള്ള സ്ഫോടന പരമ്പരകളുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഈ പാകിസ്ഥാന്റെ പങ്കും പാകിസ്ഥാൻ ചാരസംഘടനയുടെ പങ്കുമൊക്കെ നേരത്തെ വെളിപ്പെട്ടിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ തെളിവാണ് പാകിസ്ഥാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ ഭീകര മുഖം പലതവണ ഭാരതം തുറന്നു കാട്ടിയിട്ടുണ്ടെങ്കിലും ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ, തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അതിൻ്റെ കൂടുതൽ തെളിവുകൾ ഭാരതത്തിന് ലഭിക്കുകയും അയൽ രാജ്യത്തിനെതിരെ ഈ യുദ്ധം ചെയ്യുന്ന, അതായത് അയൽ രാജ്യത്തിനെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന പാകിസ്ഥാന്റെ മുഖത്തെ കൃത്യമായി തന്നെ, ആ വികൃതമായ മുഖത്തെ കൃത്യമായി തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം കൂടി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ധാരാളം BSFന്റെ ജവാന്മാർ ഈ റോഡിലേക്ക് എത്തുകയാണ്. ഞാൻ രാവിലെ മുതൽ തന്നെ നിൽക്കുന്ന NIA ആസ്ഥാനത്തിന് മുന്നിലേക്ക് ഇപ്പോൾ കൂടുതൽ സുരക്ഷാ ഏജൻസിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തുന്നു. BSFന്റെ കൂടുതൽ ജവാന്മാരെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കുകയാണ്. രാവിലെ മുതലേ ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഉണ്ടെങ്കിൽ പോലും ഈ അർദ്ധരാത്രിയിലാണ് കൂടുതൽ BSF ജവാന്മാർ, അർദ്ധസൈനിക വിഭാഗത്തിന്റെ ജവാന്മാർ ഇവിടേക്ക് എത്തുന്നത്. തീർച്ചയായും ഇത് തഹാവൂർ റാണയെ അല്പസമയത്തിനകം ഈ കോടതി നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ NIA ഈ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഇനിയും സംശയമില്ല. കാരണം ഈ അർദ്ധരാത്രിയിൽ ഇത്ര വലിയ സുരക്ഷ ഇവിടെ ഒരുക്കുന്നതിൻ്റെ അടിസ്ഥാനം അതുതന്നെയാണ്. അതായത് കോടതിയിൽ നടപടി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ കോടതി കസ്റ്റഡിയിലേക്ക് വിടും എന്ന കാര്യത്തിൽ തർക്കമില്ല. എത്ര ദിവസത്തെ കസ്റ്റഡിയിലേക്കാകും കോടതി അയക്കുക എന്നതാണ് ഇനിയും കൗതുകമുളവാക്കുന്നത്. അതിനാൽ തന്നെ ആ കസ്റ്റഡി കാലാവധി കോടതി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ തഹാവൂർ റാണയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഞാൻ നിൽക്കുന്ന ഈ റോഡിലൂടെ കടന്നു വരും. 2 ഗേറ്റാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഓഫീസിനുള്ളത്. അതിൽ ഞാൻ നിൽക്കുന്നതിന് സമീപത്തുള്ള 1-ാം നമ്പർ ഗേറ്റിലൂടെ തഹാവൂർ റാണയെ അകത്തേക്ക് കൊണ്ടുപോകും. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു മുറിയിലാകും ചോദ്യം ചെയ്യൽ എന്നാണ് ലഭ്യമാകുന്ന വിവരം. NIA വൃത്തങ്ങൾ നൽകുന്ന സൂചന അതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ചോദ്യം ചെയ്യലിനായി പ്രത്യേക ഒരു മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയാകും 12 അംഗ സംഘം ചോദ്യം ചെയ്യുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ DG അടങ്ങുന്ന 12 അംഗ സംഘത്തെയാണ് ചോദ്യം ചെയ്യലിനായി നിയമിച്ചത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വിനീഷ്, തീർച്ചയായിട്ടും ഗൗതം തുടരുക. നിലവിൽ ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ കൂടി ചേരുകയാണ്. നന്ദൻ, നിലവിൽ ഈ തഹാവൂർ റാണയെ എത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തഹാവൂർ റാണയെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സുരക്ഷയും കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലാണ് റാണയെ കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റാണയെ വാഹനത്തിൽ നിന്ന് ഇറക്കുന്നത് പോലും വൻ സുരക്ഷാ സംവിധാനത്തിലാണ്. ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ റാണയെ ആക്രമിക്കാൻ പല തരത്തിലുള്ള തീവ്രവാദ ശക്തികൾ ഉണ്ടാകുമെന്ന സൂചനകൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ തഹാവൂർ റാണയെ കോടതിയിൽ എത്തിച്ച സമയത്തും ഇനി തിരിച്ചു കൊണ്ടുപോകുമ്പോഴും സുരക്ഷാ സേന ഒരുക്കുന്നത്? വിനീഷ്, മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ അമേരിക്കൻ പൗരൻ
ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂട്ടാളിയായ തഹാവൂർ റാണയ്ക്കും കൃത്യമായ ബന്ധം ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇയാളെ ഇന്നലെ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് കാലിഫോർണിയയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെയും അതേപോലെ തന്നെ NIA അടക്കം ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തയ്യാറായത്. വ്യോമ മേഖലയിൽ, അതായത് വിമാനത്തിൽ നടത്തിയ യാത്രയിൽ പോലും അതീവ സുരക്ഷിതമായിട്ടാണ് ഇയാളെ വ്യോമ മാർഗം ഭാരതത്തിൽ എത്തിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് മറ്റ് എയർഫോഴ്സിന്റെ വിമാനങ്ങളുടെ ഒരു അകമ്പടി അല്ലെങ്കിൽ അത്തരമൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ തഹാവൂർ റാണയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തഹാവൂർ റാണ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടയാണ്. പ്രത്യേകിച്ച് ഈ മുംബൈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തഹാവൂർ റാണയുടെ സാന്നിധ്യം, തഹാവൂർ റാണയെ ഭാരതത്തിൽ എത്തിക്കുക അത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഭാരതം കൃത്യമായി പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എയർപോർട്ടിൽ എത്തിച്ചപ്പോൾ തന്നെ എയർപോർട്ടിന്റെ പരിസരം മൊത്തം ഡൽഹി പോലീസിന്റെയും അതേപോലെ തന്നെ BSFന്റെയും CRPFന്റെയും സംയുക്ത സുരക്ഷാ സേനയുടെ ഒരു പ്രത്യേക വലയത്തിലായിരുന്നു എന്നുള്ളതാണ്.